മനസ്സറിയാ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അതിന് ശേഷവും മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേരിൽ അഭിനയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ നേരത്തെ പറഞ്ഞ മോഹൻലാൽ ലാലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സിനിമയിൽ എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ ആ ഒരു പേര് മോഹൻലാലിന് കൊടുത്തു എന്നുള്ളതൊക്കെ സോമനമ്പാട്ട് എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷനൊക്കെ അദ്ദേഹം പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പ്രൊജക്റ്റ് ആയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരുന്നത്, ഡയറക്ടർ അടുത്തേക്ക്. അതായത് സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കഥ കേട്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ശരിക്കും അന്ന് ഒരു കന്നഡ സിനിമ, ഗിരീഷ് കർണാടിൻ്റെ ഒരു സിനിമയുടെ ഒരു റീമേക്ക്, അതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ടാണ്, ഒരു ഇംഗ്ലീഷ് സിനിമയല്ല, അതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. ആ സിനിമ കുറച്ച് ഓഫ് ബീറ്റ് ലെവലിലുള്ള സിനിമയായിരുന്നു. പക്ഷേ ഇവരത് മലയാളത്തിലോട്ട് കൊണ്ടുവന്നപ്പോൾ അതിലൊരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഒരു സിനിമ ചെയ്ത്, ഒരു ഫാമിലി ഓഡിയൻസിനെ കൂടി കൂടുതൽ തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഇവർ മമ്മൂട്ടീനെ ഇതിൽ ഈ കഥാപാത്രത്തിനെ നോക്കിയിരുന്നു. പക്ഷേ മമ്മൂട്ടിയുടെ ഡേറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് മോഹൻലാലിനെ പിടിച്ചിട്ടിട്ട് മോഹൻലാലിന് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തത് പ്രൊഡ്യൂസറുടെ ഒരു ഐഡിയ ആയിരുന്നു എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. എന്തായാലും എനിക്ക് തോന്നുന്നു അന്ന് ഓഡിയൻസിനൊക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും തിയേറ്ററിൽ കാണുമ്പോൾ. കാരണം ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് എന്തായാലും അതൊരു ഹരം തന്നെയായിരിക്കും.